കേന്ദ്ര സർക്കാരിന്റെ സൗജന്യ ചികിത്സാ പദ്ധതിയായ ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജനയിൽ അംഗമായവരിൽ നിന്ന് ചികിത്സയ്ക്ക് പണം ഈടാക്കിയതായി പരാതി. കോഴിക്കോട് മുക്കം KMCT മെഡിക്കൽ കോളേജ് ആശുപത്രിക്കെതിരെയാണ് പരാതി ഉയർന്നത്. ഈടാക്കിയ പണത്തിന് രസീത് നൽകിയില്ലെന്നും മുക്കം സ്വദേശിയായ BK ബാലചന്ദ്രൻ ആരോപിക്കുന്നു. ഹൃദയാഘാതത്തെ തുടർന്ന് കഴിഞ്ഞ മാസം 26-നാണ് ഓട്ടോറിക്ഷ തൊഴിലാളിയായ BK ബാലചന്ദ്രനെ മുക്കം KMCT മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജനയിൽ അംഗമായതിനാൽ സൗജന്യ ചികിത്സാ പരിരക്ഷ ലഭിക്കാൻ അന്ന് തന്നെ രജിസ്റ്റർ ചെയ്തു. അതിന്റെ ഭാഗമായി ചികിത്സ സൗജന്യമായിരിക്കുമെന്നും 82,350 രൂപ പാസ്സായിട്ടുണ്ടെന്നും പറഞ്ഞ് ബാലചന്ദ്രന്റെ ഫോണിൽ മെസ്സേജും വന്നു. എന്നാൽ ആൻജിയോഗ്രാം ചെയ്യാൻ 7,500 രൂപയും ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ 6,000 രൂപയും ബാലചന്ദ്രനിൽ നിന്ന് ആശുപത്രി ഈടാക്കി. 7,500 രൂപ ഈടാക്കിയതിന് ബില്ല് നൽകിയെങ്കിലും 6,000 രൂപയ്ക്ക് രസീത് നൽകാൻ ആശുപത്രി തയ്യാറായില്ല. സൗജന്യ ചികിത്സയ്ക്ക് യോഗ്യതയുള്ള മറ്റാളുകളോടും ആശുപത്രിയിൽ നിന്ന് പണം ആവശ്യപ്പെട്ടതായും ആരോപണമുണ്ട്. 10,000 രൂപ കരുതണമെന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് 2-ാം തീയതി ആൻറ്റിഗ്രാഫി ചെയ്തു കഴിഞ്ഞു. പിന്നെ 4-ാം തീയതി ഡിസ്ചാർജ് ആകുമ്പോൾ 6,000 രൂപ അടയ്ക്കാൻ പറഞ്ഞു. അതിന് ബില്ല് തരൂലെന്ന് ഇവർ പറഞ്ഞു. ഞങ്ങൾ ബില്ല് ആവശ്യപ്പെട്ടപ്പോൾ അത് ഹോസ്പിറ്റലിൻ്റെ പ്രൊസീജിയറാണ്. അത് KMCT ഹോസ്പിറ്റലാണ്, മുക്കം KMCT മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. അപ്പോൾ അങ്ങനെയാണ് പറഞ്ഞത്. 6,000 രൂപ അടച്ചപ്പോൾ ഞങ്ങൾ ഡിസ്ചാർജ് തന്നു. എല്ലാവരോടും അങ്ങനെ ഇവർ ആവശ്യപ്പെടുന്നുണ്ട്. 30,000 ആവശ്യപ്പെടുന്നുണ്ട്. പിന്നെ 30,000 ആവശ്യപ്പെടുന്നവർ പിന്നെ അവർക്ക് 20,000-ന് കൊടുത്തു. അതിനും ബില്ല് കൊടുക്കുന്നില്ല. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്ക് സൗജന്യ ചികിത്സ നൽകുക എന്ന ലക്ഷ്യത്തോടെ 2018-ലാണ് നരേന്ദ്രമോദി സർക്കാർ ആയുഷ്മാൻ ഭാരത് പദ്ധതി ആരംഭിച്ചത്. ആയുഷ്മാൻ കാർഡ് കൈവശമുള്ള ഓരോ കുടുംബത്തിനും പ്രതിവർഷം 5 ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ചികിത്സാ ആനുകൂല്യം ലഭിക്കും. രജിസ്റ്റർ ചെയ്ത സർക്കാർ സ്വകാര്യ ആശുപത്രികളിൽ ആയുഷ്മാൻ കാർഡ് വഴി സൗജന്യ ചികിത്സ നേടാം. എന്നാൽ പല സ്വകാര്യ ആശുപത്രികളും അനധികൃതമായി പണം ഈടാക്കുന്നതായി ആരോപണമുയരുന്നുണ്ട്. ജനം, കോഴിക്കോട്.